ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഗല്ല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയുടെ അമ്മയും അച്ഛനും നമ്മുടെ കമലയൊക്കെ സമാധാനിപ്പിക്കുക കേട്ടോ. പിന്നെ അമ്പലത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണേ. അപ്പോൾ എന്നാൽ ശരി എന്ന് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ഇവരങ്ങനെ പോകാൻ ഇറങ്ങുന്നു. അപ്പോൾ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പാവം ആകെ ഒലഞ്ഞു പോയല്ലേ എന്ന് പത്മ ഇങ്ങനെ നമ്മുടെ അച്ഛനോട് ചോദിക്കുമ്പം സുധാകരൻ മാഷില്ലാതെ അവർക്കൊരു ജീവിതം ഉണ്ടാവില്ല, അതായിരിക്കും കാരണം എന്ന് അച്ഛൻ അമ്മയോട് പറയുക. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ വീട്ടിലേക്കും പോയി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കമലയും അതുപോലെ നമ്മുടെ വേദയും കൂടെ അമ്പലത്തിൽ പോയി ഭയങ്കര പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ കഴിപ്പിച്ചു. അങ്ങനെ മനസ്സുരുക്കി നിന്ന് പ്രാർത്ഥിക്കുക. ഇത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ശ്രീജ തന്നെയായി. ശ്രീജയുടെ ആ ഒരു കമ്പനി കാര്യങ്ങൾക്കല്ല. അപ്പോൾ കൊച്ചു കൊണ്ടു കൂട്ടത്തില്ല. അവർ രണ്ടുപേരും ഓരോന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദിനി അങ്ങോട്ടേക്ക് കയറി ചെന്നു. ശ്രീജേച്ചി, ഇതെന്താ ശ്രീജേച്ചി ഇവിടെ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല നന്ദിനി എന്ന് ശ്രീജ പറഞ്ഞു. ഓ, അതാ ഇപ്പം നന്നായേ. ലോൺ എടുത്തൊരു ബിസിനസ്സും തുടങ്ങിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുകയാണോ അപ്പോൾ വേണ്ടതെന്ന് ചോദിക്കുക. അച്ഛൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ സമാധാനം ഇല്ല എന്ന് ഇങ്ങനെ ശ്രീജ പറയുമ്പോൾ അച്ഛൻ എവിടേക്കോ പോയെന്ന് പറഞ്ഞ് ശ്രീജേച്ചി സ്വന്തം സ്ഥാപനം പൂട്ടിയിട്ടിട്ട് ദുഃഖാചരിക്കുകയാണോ എന്ന് നന്ദിനി ചോദിക്കാം. ഇതിനൊക്കെ ആണിയായവൾ കൃത്യമായി ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ശ്രീചേച്ചിക്ക് സ്വന്തം തൊഴിൽ ചെയ്തുകൂടെ എന്ന് നന്ദിനി ചോദിക്കുമ്പം ഇത് കേട്ട് ദേഷ്യം വന്ന് ശ്രീജിക്ക്. ഒരാൾ സ്ഥാപനം അടച്ചിടുന്നു, വേറൊരാൾ രാവിലെ മുതൽ അമ്പലത്തിൽ പോയി ഉപവാസം ഇരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് ശ്രീചേച്ചി? അപ്പം നീ എന്താ നന്ദിനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശ്രീജി ചോദിച്ചു. ഞാൻ പിന്നെ എങ്ങനെയായിരുന്നു സംസാരിക്കേണ്ടത്? ശ്രീചേച്ചി ഒന്ന് പറഞ്ഞേ. അപ്പോൾ അച്ഛൻ അങ്ങനെ അമ്മയോട് പോലും പറയുന്നത് എവിടേക്കെങ്കിലും ഇറങ്ങി പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം പിന്നെ എന്തുണ്ടായെന്നാണ് ശ്രീചേച്ചി വിശ്വസിക്കുന്നത്? എന്തെങ്കിലും അപകടം ഉണ്ടായെന്നാണ് വിശ്വസിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കുക പോലും ചെയ്യല്ലേ നന്ദിനി? ഞാൻ ചിന്തിക്കും ശ്രീചേച്ചി. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ഒരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നാളെ ഒരു വാർത്ത പെട്ടെന്ന് കേൾക്കുമ്പോഴേ വെറുതെ ഞെട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ പൊന്ന് ശ്രീചേച്ചി, നമ്മൾ വിചാരിക്കുന്നത് പോലെ അപകടം ആക്സിഡൻറ്റ് ഒന്നും അച്ഛനുണ്ടായി കാണത്തില്ല. ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ അറിയേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞതാ. പിന്നെ എവിടെയെങ്കിലും കുഴഞ്ഞു വീണ് വല്ല അറ്റാക്കും വന്ന് തട്ടിപ്പോയതാണെങ്കിൽ പോലും നമ്മളത് അറിയേണ്ട സമയം കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും കൊച്ചൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുമോ ഇത് നന്ദിനിയെ. നിന്റെ നാവൊന്ന് അടക്കി വെക്കും നന്ദിനി എന്ന് പറഞ്ഞ് ശ്രീജ വഴക്ക് പറയുമ്പോൾ ഇപ്പോൾ എനിക്കായോ കുഴപ്പം? എൻ്റെ പൊന്നു ശ്രീജേച്ചി, ഞാൻ നിങ്ങളെ പോലെ വെറുതെ അച്ഛൻ പോയല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് കയറി ഇരിക്കുകയല്ല ചെയ്യുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കാൻ സാധ്യതയെന്ന് തലച്ചോറ് വെച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതറിയാവോ? മതി, ഇനി നീ കൂടുതൽ ആലോചിക്കണമെന്നില്ല. അതെങ്ങനെ ആലോചിക്കാതിരിക്കും? വീട്ടിലൊരു പ്രധാനപ്പെട്ട ആളെയല്ലേ കാണാതായിരിക്കുന്നത്? അപ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കാതിരുന്നാൽ കൊള്ളാവോ? എനിക്ക് തോന്നുന്നതേ അച്ഛൻ ഈ പോക്ക് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണെന്ന് പറഞ്ഞു. മുമ്പ് അച്ഛൻ ഇങ്ങനെയൊക്കെയുള്ള ചില യാത്രകളൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ഒത്രയ്ക്കുള്ള അത്ര യാത്രകളൊക്കെ അച്ഛൻ നിർത്തിയിട്ട് കാലം എത്ര ആയതാണ് നന്ദിനി എന്ന് ശ്രീജ ചോദിക്കുമ്പം എന്നാൽ അത് വീണ്ടും തുടങ്ങിയെന്നങ്ങ് വിചാരിച്ചാൽ പോരെ? കാര്യം കഴിഞ്ഞില്ലേ? ഇനി ഈ യാത്ര കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു വരുമ്പോഴേക്കും അമ്മയ്ക്കൊന്നും പറ്റാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു നന്ദിനി ആ രീതിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ണിച്ചോരല്ലാണ്ട് സംസാരിക്കാം. ചേച്ചി ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞ ചിലപ്പോൾ അമ്മയുടെ തലയിൽ കയറിയെന്നൊന്നും വരത്തില്ല. ശ്രീചേച്ചി ആകുമ്പോൾ അമ്മയ്ക്ക് അതൊക്കെ ബേഷായി മനസ്സിലാകും. അല്ലാതെ ചുമ്മാ ഇവിടെ കയറി കടയും പൊട്ടി ദുഃഖാചരണം ആയിട്ടിരുന്നാലേ ലോൺ അടയ്ക്കാൻ നേരത്തെ ഇറക്കാൻ നിൽക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട, വരയ്ക്ക് കടയുടെ കാര്യം നോക്കാൻ പറഞ്ഞു നന്ദിനി അവിടെ നിന്ന് പോയി. ശ്രീജി അങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കാം. അപ്പോൾ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ വേദയുടെ സാറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഡോറിൽ ഇങ്ങനെ മുട്ടി. അപ്പോൾ ഡോറിൽ മുട്ടിയപ്പോൾ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞ സാറ് വിളിച്ചു. താനെന്താടോ ഈ ഡോറിൽ വന്ന് എപ്പോഴും മുട്ടുന്നു? ഈ ഡോറിൽ മുട്ട് തനിക്കൊരു അനുഷ്ഠാനം പോലെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയും. ഇരിക്കടോ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ വേദ ഇരുത്തി. അപ്പോൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നാണ് ഹിയറിങ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അടുത്ത ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പം ഞാനത് സൂക്ഷിച്ചോളാം സാറിന് വേദ പറയാം. പിന്നെ അച്ഛൻ്റെ കാര്യങ്ങൾ സാറ് ചോദിച്ചു. അപ്പോൾ ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. പോലീസുകാരാണെങ്കിലും വലിയ ഇതായിട്ടൊന്നും അന്വേഷിക്കുന്നുണ്ടെന്ന് തോന്നണില്ല. അച്ഛൻ്റെ കാര്യങ്ങളൊന്ന് സ്പീഡപ്പ് ആക്കാൻ സാർ എന്നെ ഒന്ന് സഹായിക്കണമെന്നൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ ചക്രവാണി സാറിനോട് പറയുമ്പോൾ സാറൊന്ന് ചിരിച്ചു. ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകൾക്ക് സിറ്റിംഗ് എസ് പിയെ സിറ്റി എസ് പിയെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ വേണോ എന്ന് ചോദിക്കുമ്പം അച്ഛൻ്റെ മേൽവിലാസം ഉപയോഗിക്കേണ്ടെന്ന് കരുതിയാണ് സാറെന്ന് പറയുമ്പം അതിനിപ്പോൾ എന്താ കുഴപ്പം, ഞാൻ വിളിച്ചോളാമല്ലോ. ഒപ്പം വേദ ആരെങ്കിലും പിടിച്ച് അയാളെ തടങ്കിൽ വെച്ചിരിക്കുകയാണ് എന്നുള്ള സംശയം തനിക്കുണ്ടെങ്കിലേ അതിനുള്ളൊരു മൂവിങ്ങും കൂടെ നടത്തുന്നത് എന്തായാലും നന്നായിരിക്കും കേട്ടോ. എന്തായാലും താനെല്ലാം ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ എന്ന് പറയും. അങ്ങനെ അത് പറഞ്ഞ് സാറ് വേദയെ പറഞ്ഞു വിട്ടു. വേദ എന്നിട്ട് എന്ത് ചെയ്തു? വീട്ടിലേക്ക് തിരിച്ചു പോവാം. അങ്ങനെ ബസ് ഇറങ്ങി വേദ ഇറങ്ങിയപ്പോഴത്തേക്കും വേദയുടെ മുന്നിലേക്ക് ഒരു വണ്ടി വരുന്നു. വേദയുടെ അടുത്ത് തന്നെ നിർത്തി. കുറേ പേര് മുഖംമൂടിയൊക്കെ ധരിച്ചാൽ വരുന്നത്. വന്ന് വേദയെ അതിനകത്തേക്ക് പിടിച്ചു വലിച്ച് കയറ്റി കൊണ്ടുപോയി. അപ്പോൾ വേദ വലിയ ഒച്ചയ്ക്ക് കരയുന്നുണ്ട്. എന്നിട്ട് കുറേ മാര് വേദനയും കൊണ്ട് പോയി. ഒരുത്തർ റോട്ടിൽ നിന്ന് ആരെയോ വിളിച്ച് പറയുകയാണ് വേദ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വേദ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു, മുഖം മൂടി കിട്ടുക. അപ്പോൾ വേറെ ആരും ആയില്ല, നമ്മുടെ
വേദയുടെ സ്വന്തം ചേട്ടനും അമ്മായച്ചനും കൂടിയായിരുന്നു. അങ്ങനെ മുഖം മൂടിയിട്ടിരിക്കുന്ന വേദയ്ക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. വേദ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്കിൾ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നു. ചേട്ടനാണെ കസേര പിടിച്ചിങ്ങനെ ഇരിക്കുന്നു. ഒരുത്തനോട് വന്ന് മുഖം മൂടി അഴിക്കാൻ പറഞ്ഞു. മുഖം മൂടി അഴിച്ച് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അവൻ വന്ന് മുഖം മൂടി അഴിച്ചു. അപ്പോൾ വേദ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വേദയുടെ ചേട്ടൻ തൊട്ടരികിൽ ഇരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അങ്കിളും നിൽക്കുന്നു. ഇവർ രണ്ടുപേരും കൂടി ഈ പണി ഒപ്പിച്ചെന്ന് മനസ്സിലായി. ശ്രീയേട്ടാ, ഇതെന്താ ശ്രീയേട്ടാ ഈ കാണിക്കുന്നത്? ചന്ദ്രനങ്ങൾ എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുക. നിങ്ങളെന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇവരിരുന്ന് ചിരിക്കുക കേട്ടോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുക. അന്നേരം ഒരുപാട് പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു നോക്കിയതാ, അഭ്യർത്ഥിച്ചു നോക്കി, പല വഴികളിലൂടെയും നിന്റെ അടുത്ത് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ നീ എൻ്റെ വാക്കൊന്നും കേട്ടില്ല. അവസാനം ഞാൻ തീരുമാനിച്ച വഴിയാണിത് എന്ന് ശ്രീകാന്ത് പറയാം. നീ ഇനി തിരിച്ചു വീട്ടിലേക്ക് വന്നേ പറ്റൂ. വരിക മാത്രമല്ല, ഞങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വേദ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ 4 കൂലിക്കാരെ കൊണ്ട് വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് എന്നെ അങ്ങ് അനുസരിപ്പിക്കാമെന്ന് കരുതിയോ നിങ്ങളെന്ന് വേദ ചോദിക്കുക. നിങ്ങൾക്കിപ്പോഴും വേദയെ ശരിക്കും മനസ്സിലായില്ലേ എന്ന് ചൊക്കെ ചോദിക്കുമ്പം പിന്നെ നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട് അല്ലേ അച്ഛാ എന്ന് ശ്രീകാന്ത്. പിന്നെ അല്ലാണ്ട് ജനിച്ച അന്ന് മുതൽ കാണുന്നതല്ലേ ഇവളെ. നമുക്കറിഞ്ഞൂടെ നമ്മുടെ കൊച്ചിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രനാങ്കളിൽ നിന്നും ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഈ ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ എന്നൊക്കെ വേദ ചോദിക്കുമ്പം അപ്പോൾ അതൊക്കെ എനിക്കറിയാം, ഇതിനെവിടം വരെ ശിക്ഷ പോകുമെന്നുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വേദയോട് പറയണം. അതൊക്കെ നിങ്ങളുടെ വെറും സ്വപ്നം മാത്രമാണെങ്കിലോ എന്നിങ്ങനെ വേദ അന്നേരം ചോദിച്ചു. എൻ്റെ വിശ്വാസം തന്നെയാണ്. നീ കാരണം ഒരു പാവം വൃദ്ധൻ്റെ ജീവിതം അപകടത്തിലാകുകയാണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കണം. ഒരിക്കലും അയാളുടെ ജീവിതം ദുരിതത്തിലാകുമെന്ന് നീ ചിന്തിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എന്നും ഇങ്ങനെ ഈ ശ്രീകാന്ത് വേദയോട് പറയാം. ആ വയസ്സൻ നിനക്ക് വേണ്ടപ്പെട്ട ഒരാളും കൂടി ആകുമ്പോൾ പ്രത്യേകിച്ച് അത് അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ മാഷിൻ്റെ കാര്യം ഇവർ പറയാം. അപ്പോൾ അച്ഛനെ നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് വേദ ഇവരോട് പറയും കേട്ടോ. അപ്പോൾ വേദ പറഞ്ഞനുസരിച്ച് ഇവർ വേദ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും വേറെ ഒരാൾ ചെന്ന് ശ്രീകാന്തിൻ്റെ അരികിലേക്ക് ശ്രീകാന്തിൻ്റെ ലാപ്ടോപ്പ് മറ്റും എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ശ്രീകാന്തിൻ്റെ കൈ കൊടുത്തു. ശ്രീകാന്ത് എന്നിട്ട് അച്ഛൻ കിടക്കുന്ന ആ വീഡിയോ ഒക്കെ വേദയെ കാണിച്ചു കൊടുക്കും. ഇത് കണ്ടപ്പോൾ വേദ തകർന്നു പോയിട്ടോ. വിങ്ങിപ്പൊട്ടി വേദ കരയുവാണ്. ഇവർ കാണിച്ച ക്രൂരത ഓർത്തിട്ട്. അപ്പം നിങ്ങൾ എന്താ അച്ഛനെ ചെയ്തിരിക്കുന്നത് എന്ന് വേദ ചോദിച്ചു. സത്യം പറയാൻ പറഞ്ഞു. അപ്പോൾ ഇവർ നിന്ന് ചിരിക്കുക. നീ പേടിക്കേണ്ട മോളെ, ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ, അതായത് ചന്ദ്രൻ ഞങ്ങൾ പറയുന്നു, ഇത്തിരി മയക്കുമരുന്ന് കുത്തിവെച്ചു, ഇല്ലെങ്കിൽ വെറുതെ കിടന്ന് ബഹളമൊക്കെ വെച്ചാലോ, മെനക്കേട് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് പറയുമ്പം യു റോസ്കൽ എന്ന് പറഞ്ഞ വേദ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. അപ്പോൾ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നീ വിളിച്ചോളൂ, പക്ഷേ നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി എന്ന് പറയാം. അപ്പോൾ ഈ ചെയ്തതിന് നിങ്ങൾ സമാധാനം പറയാൻ ഞാൻ പറയിപ്പിക്കുമെന്ന് വേദ പറയുമ്പോൾ വേദമോളെ, നീ ഇവിടെ വന്നതിനോ കണ്ടതിനോ സംസാരിച്ചതിനോ യാതൊരു തെളിവുകളും ഇല്ല. നിന്റെ മൊബൈൽ അവിടെ വെച്ച് എടുത്തത് നീ ഓർമ്മയുണ്ടോ? ടവർ ലൊക്കേഷൻ പ്രകാരം നീ ഇപ്പം ഇവിടെ ഇല്ല എന്ന് പറയാട്ടോ. ഇനി നീ നാളെ കേസുമായിട്ട് വന്നാലും ഞാനും അച്ഛനും മറ്റൊരു ലൊക്കേഷനിൽ മറ്റൊരു മീറ്റിങ്ങിലായിരുന്നു എന്നുള്ളതിന് രേഖകളും ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിനു മുൻപേ നിന്റെ വിക്രമൻ്റെ തന്തയുടെ കാര്യം അവസാനിച്ചിരിക്കുമെന്നും ശ്രീകാന്ത് ഇങ്ങനെ ഈ വേദയോട് പറയുന്നു. അപ്പം അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. നീ ഞങ്ങൾ പറയുന്നതനുസരിച്ചാൽ സുധാകരൻ മാഷ് ജീവനോടെ വീട്ടിലെത്തും, അല്ലെങ്കിൽ പുറത്തുനിന്ന് അഴുകിയ നിലയിലായിരിക്കും അയാൾ വീട്ടിലെത്തുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെ വേദ ഇവരുടെ ഭീഷണിക്ക് വഴങ്ങും കേട്ടോ. അങ്ങനെ വേദ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരുത്തനോട് പറഞ്ഞു, ഇനി ഇവളെ കൊണ്ട് വിട്ടോളാന്ന് പറഞ്ഞു. അതായത് കൊണ്ടുവന്നു പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി സുധാകരൻ മാഷിന് ജീവനോടെ വേണമെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ വേദ അനുസരിക്കണമെന്നുള്ള കാര്യം പറഞ്ഞിട്ട് വേദ ഇരുട്ടത്ത് ഇറക്കി വിട്ടു. അതുപോലെ തന്നെ വേദയാണെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വേദയുടെ ഫോണും വേദയ്ക്ക് കിട്ടി. ഇവന്മാർ വേദയുടെ കയ്യിൽ കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വീട്ടിൽ വിഷമിച്ചിങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്കും ശ്രീജ കുറച്ച് പലഹാരങ്ങളായിട്ട് ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അമ്മയെ കുറച്ച് പലഹാരങ്ങളാണ് കടയിൽ കൊടുത്തു വിട്ടത് കളിച്ച് ബാക്കി വന്നതാണെന്ന് ശ്രീജ പറയട്ടോ. അമ്മ എന്താ ഇവിടെ നിൽക്കണേന്ന് ചോദിച്ചു കേട്ടോ ശ്രീജ അമ്മയെ കണ്ടപ്പം. ഇത്രയും നേരമായിട്ടും വേദ വന്നിട്ടില്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴും നേരെ 8 മണിയായല്ലോ അമ്മ, ഇതെന്താ വരാത്തേന്ന് ചോദിച്ചു ശ്രീജ. അത് 6 മണിക്ക് മുന്നേ വരുന്ന കുട്ടിയാ, ഇതെന്ത് പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കൊന്ന് വിളിച്ച് നോക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ 2-3 തവണ വിളിച്ചു നോക്കി, അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് എന്നാ പറയണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നന്ദിനി ഇറങ്ങി വന്നിത് കേട്ടുകൊണ്ട്
അമ്മ വിചാരിക്കുന്നത് പോലുള്ള അപകടമൊന്നും പറ്റി കാണത്തില്ല എന്ന് നന്ദിനി പറയുമ്പം അതിന് ഞാൻ അപകടത്തെ പറ്റിയൊന്നും വിചാരിച്ചില്ലല്ലോ നന്ദിനി, പിന്നെ നീ എന്ത് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. ഇല്ലേ, സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ വണ്ടി തട്ടി ആക്സിഡന്റ് ഉണ്ടായി എന്നൊക്കെയല്ലേ വിചാരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അമ്മയെന്ന് നന്ദിനി പറഞ്ഞു. വേറെ ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ നന്ദിനി. അയ്യോ ശ്രീചേച്ചി, അയ്യോ ഞാൻ പറഞ്ഞത് കൊണ്ടൊന്നും വരാനൊന്നും പോകുന്നില്ല കേട്ടോ എൻ്റെ പൊന്നെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞേക്കല്ലേ. അല്ല, നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നതിനെ പറ്റി ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വിക്രം അങ്ങോട്ടേക്ക് വന്നു. വിക്രം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വിക്രത്തോട് വേദയെ പറ്റി ചോദിച്ചു. വേദ ഇതുവരെ വന്നില്ലേന്ന് ചോദിച്ചു. ഇല്ല, ഇതുവരെ വന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ നാളത്തേന് വല്ല കേസോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും, അതുപോലെ പഠിക്കുമായിരിക്കുമോ എന്നൊക്കെ നന്ദിനി ഇങ്ങനെ പറയുക. അപ്പോഴത്തേക്കും വിക്രം ഫോൺ എടുത്ത് വേദയെ വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ ഇവർ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴേക്കും വേദ ഒരു ഓട്ടോ പിടിച്ച് അങ്ങോട്ടേക്ക് വന്നു. വേദ കയറി വന്നപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഉമ്മർത്ത് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അമ്മ ഓടി ഇറങ്ങി ചെന്നു. എന്താ മോളെന്ത് ഇത്ര വൈകിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓഫീസിലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓഫീസിൽ കയറിയിട്ടാണല്ലോ വരുന്നത്. അവിടെ ചോദിച്ചപ്പോൾ നീ നേരത്തെ പോകുന്നതെന്നാണല്ലോ പറഞ്ഞതെന്ന് വിക്രം വേദയോട് പറയാം. എന്തിനാ ഓഫീസിൽ വന്നത് അതൊക്കെ പറയാം, അത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും നന്ദിനി, എൻ്റെ ഈശ്വര, ഓരോ സംശയം മുള പൊട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, ഒന്ന് കുളമാക്കി തരണേ എന്ന് നന്ദിനി ഇങ്ങനെ അവിടെ നിന്ന് ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പം അത് എനിക്കൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലയൻറ്റിനെ കാണാൻ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഏത് ക്ലയൻ്റ് ആണെന്ന് വിക്രം ചോദിച്ചു. അപ്പോൾ സ്വാമിക്ക് എൻ്റെ ഏതൊക്കെ ക്ലയൻസിനെ അറിയാമെന്ന് വേദ ചോദിക്കാം. അല്ല, നീ എന്താ വേദ ഒരുമാതിരി ചോദ്യം ചെയ്യുന്നേ എന്ന് ചോദിച്ചു കേട്ടോ അമ്മ. എനിക്കും തോന്നി വേദയെക്കുറിച്ച് വിക്രമിന് എന്തോ സംശയം ഉള്ളതുപോലെ അല്ലേ അമ്മേ. അപ്പോൾ എന്ത് സംശയം അന്ന് ശ്രീജി ചോദിച്ചു. നന്ദിനി ഇതിന് ആവശ്യമില്ലാത്തൊക്കെ കയറി പറയാൻ നിൽക്കുന്നതെന്ന് ശ്രീജി അന്നേരം ചോദിച്ചു. ഞാൻ ചോദ്യം കേട്ടപ്പോൾ മനസ്സിൽ തോന്നിയതെന്ന് പറഞ്ഞതേ ഉള്ളേ. അപ്പോൾ എനിക്കൊരു സംശയം മണ്ണാങ്കട്ട ഇല്ലാന്നും ഓഫീസിൽ പോയി കുറേ നേരം കാത്തിരുന്നപ്പോഴേ നേരത്തെ പോയി എന്നറിഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് വിക്രം പറയുക. അപ്പോൾ മോളെ SP ഓഫീസിൽ പോയിരുന്നു, അപ്പോൾ സാറിനെ കണ്ടോ, എന്താ അവർ പറഞ്ഞേ എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുമ്പം ഉവ്വമ്മേ, അവരൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ഒട്ടും വൈകാതെ തന്നെ അച്ഛനെ കണ്ടുപിടിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് വേദ പറയുമ്പോൾ എന്തെങ്കിലും വിവരം അവർക്ക് കിട്ടിയിട്ടുണ്ടോ മോളെ എന്ന് അമ്മ മോളോട് ചോദിക്കാം. ഇതുവരെ ഒരു വിവരത്തെ പറ്റിയും പറഞ്ഞില്ല അമ്മയെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഒരു വിവരം എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് അമ്മ പറയുമ്പോൾ അമ്മ പേടിക്കണ്ട കേട്ടോ, അച്ഛനൊന്നും സംഭവിക്കില്ല, ദിവസങ്ങൾക്കുള്ളിലേ അച്ഛൻ തിരിച്ചെത്തുമെന്ന് വേദ പറയും, ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു വേദ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് വേദ അങ്ങ് പോയപ്പോഴത്തേക്കും വിക്രം, ഇവളെപ്പോഴാണ് SP കാണാൻ പോയത്, ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.